പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ജോയലിന്റെ മരണം പോലീസ് മർദ്ദനം കാരണമെന്ന് കുടുംബം. അടൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന യു ബിജുവിന്റെ മർദ്ദനം മൂലമാണ് മകൻ മരിച്ചതെന്ന് ജോയലിന്റെ പിതാവ് ജോയ് കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അടൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് മകനെ മർദ്ദനമേറ്റത്. ചികിത്സയിലിരിക്കെ 5 മാസത്തിനുള്ളിൽ മരണം സംഭവിച്ചെന്നും പിതാവ് പറഞ്ഞു. തന്റെ കൺമുന്നിൽ വെച്ചാണ് ജോയലിന് മർദ്ദനമേറ്റതെന്നും തന്നെയും പോലീസ് മർദ്ദിച്ചതായും പിതൃ സഹോദരി കുഞ്ഞമ്മയും പറഞ്ഞു. ഈ യു ബിജു, ശ്രീകുമാർ, സാമുവേല്, അങ്ങനെ 6 പേരോളം ഉണ്ട്. അങ്ങനെ ഇവർ മോൻ എണ്ണിച്ച് വരിക ഈ CA പറഞ്ഞ് ഊതടാന്ന് പറഞ്ഞു. അത് പറഞ്ഞു, സാറേ ഞാൻ മദ്യപിക്കുന്ന ആളല്ലല്ലോ, ഞാനൊരു പാർട്ടിക്കാരനാണ്, DYFന്റെ അടിവ മേഖലാ സെക്രട്ടറിയാണ്, നീ എന്തൊരു കോപ്പം നാട്ടറാന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിക്കുകയും CUP സാമുവേല് അവൻ്റെ പുറത്ത് ഇടിക്കുമായിരുന്നു. എന്നിട്ട് മുട്ട് വെച്ചിട്ട് ഈ CA അവൻ്റെ പള്ളക്കിടിച്ച്, പിന്നെ ശ്രീകുമാർ അവനത് പിടിച്ച് ആ സെല്ലിനകത്ത് എറിഞ്ഞ് അവൻ്റെ തല ചെന്ന് ഭിത്തിയിലടിച്ച് അവൻ്റെ പല്ലിളകി പോയായിരുന്നു. ഇവളെ ഇടിച്ച് നാവിക്ക് ചവിട്ടി അവൻ അന്ന് പെരക്കകത്ത് കയറിയത്. പിന്നെ അവനെ എണ്ണിച്ചിട്ടില്ല. പിന്നെ 3-4 മാസം തയ്ക്കുന്നതിന് മുമ്പ് ആൾ മരിക്കുമായിരുന്നു. അല്ല, CUP സാമുവേലാണ് ഇടിച്ചത്. യു ബിജു മുട്ടുവെച്ച് ഇടിച്ച് അത് അവന് 3 ഇടി അവനെ ഇടിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ ഇടിച്ച ഈ CUP സാമുവേലാണ്. യു ബിജു ഇടിക്കായിരുന്നു, എന്താണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ കിട്ടിയ പോലീസുകാർ മുഴുവനും ചാർത്തി 4.25 മാസമായപ്പോൾ അവൻ ജീവൻ പോയി. ആ കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് കയറി, എന്നെ ശരിക്കും ഉപദ്രവിച്ചു. എനിക്ക് ഇന്ന് ഈ കൈ അനങ്ങത്തില്ല. യു ബിജു CUP മുട്ടുവെച്ച് ഇടിക്കായിരുന്നു ഇവിടെ ഞാൻ അതിന്റെ ഇടുക്കിലായിപ്പോയി, മോന്റെ ഇടുക്കിലായിപ്പോയി. അവനെ ഇടിച്ച് ഞാൻ ചെന്ന് പിടിച്ചതാ. അപ്പൊ അവന്റെ അപ്പനെ പിടിച്ചെറിഞ്ഞു വിളിച്ചടുത്ത് നിർത്തിക്കൊണ്ടാണ് ഇവർ ഇത്ര ക്രൂരകൃത്യം ചെയ്തത്. അവന് ഈ പല്ലടന്നു പോയി, മൂത്രം മൊത്തം പഴുപ്പും ചോരയായിപ്പോയി. അങ്ങനെ ഇവിടെ എല്ലാം നീരായിരുന്നു. കേസിന് പോയാൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞു. യു ബിജു പറഞ്ഞു, നീ കേസിന് പോയാൽ നിന്റെ പേര് 100 കേസാക്കി കൊല്ലുമെന്ന്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് ഈവനിംഗ്. അടൂരിൽ ഡിവൈഎഫ് പ്രവർത്തകൻ ജോയലിനെ പോലീസ് തല്ലിക്കൊന്നു എന്ന് തന്നെയല്ലേ കുടുംബം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്? യു ബിജു എന്ന പേര് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ പിതാവ് ജോയ് കുട്ടിയും അതുപോലെ തന്നെ പിതൃ സഹോദരിയായ കുഞ്ഞമ്മയും. സുജിയ, 2020 ജനുവരി 1-നാണ് ഈ പരാതിക്കിടയാക്കിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ ഈ ജോയൽ എന്ന ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവാണ് അടൂരിലെ. ജോയലിൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരി അടൂരിൻ്റെ ബൈപ്പാസിൽ ഒരു പച്ചക്കറി കട നടത്തുന്നുണ്ടായിരുന്നു. ജോയൽ തൻ്റെ സ്വന്തം കാറിൽ അവിടേക്ക് പച്ചക്കറി കടയിലേക്ക് എത്തിയതാണ്. കാർ പച്ചക്കറി കടയുടെ ഒരു അരികിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഈ സമയം മറ്റൊരു വാഹനം ഈ കാറിൽ വന്ന് ഇടിച്ചു. ഈ സമയം ജോയൽ ചെന്ന് എന്തിനാണ് തൻ്റെ വാഹനത്തിൽ കാർ ഇടിപ്പിച്ചത് എന്ന് ചോദിച്ചു. അത് പിന്നീട് ഒരു വാക്കുതർക്കമായി. അവിടെ നിന്നിരുന്നൊരു ഹോം ഗാർഡ് ഉടൻ തന്നെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറയുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് അവിടേക്ക് എത്തുന്നു. ജോയലിനെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം പോലീസുകാർ നടത്തി. ഇപ്പോൾ നാം ബൈറ്റായിട്ട് കേട്ട ആ കുഞ്ഞമ്മ, അത് സഹോദരിയാണ്, പിതൃ സഹോദരിയാണ്. സഹോദരി പറഞ്ഞു എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോയലിനെയും പിതാവിൻ്റെ സഹോദരിയെയും ഒരുമിച്ച് ജീപ്പിലാണ് പിന്നെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ക്രൂരമായിട്ടുള്ള മർദ്ദനം നടന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 4:30 മണിയോടുകൂടി വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 4:30 മണിയോടുകൂടിയാണ് അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ആ സമയം സർക്കിൾ ഇൻസ്പെക്ടർ യു ബിജു അവിടെ ഉണ്ടായിരുന്നില്ല. ഡിവൈഎഫ്ഐയുടെ നേതാവായത് കാരണം സ്വാഭാവികമായിട്ടും CPIM നേതാക്കൾ ആ വിഷയത്തിൽ ഇടപെടും എന്നൊരു പ്രതീക്ഷ ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞമ്മയാണെങ്കിൽ പിന്നീട് ജോയലിൻ്റെ പിതാവിനെ ജോയ് കുട്ടിയെയും വിവരം പറഞ്ഞു. അങ്ങനെ ജോയ് കുട്ടി അദ്ദേഹത്തിൻ്റെ ഈ ജോയലിൻ്റെ സഹോദരനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് സർക്കിൾ ഇൻസ്പെക്ടർ വരണം, വന്നിട്ട് മാത്രം ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പാക്കാം. ഏതായാലും ഒരു വാഹനം ഇടിച്ച സംഭവം മാത്രമാണല്ലോ, ഒരു പെറ്റി കേസ് മാത്രമേ ഉള്ളൂ, വിട്ടേക്കാം എന്ന് പറഞ്ഞു. പിന്നീട് സർക്കിൾ ഇൻസ്പെക്ടർ വരികയും ക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തുകയും ചെയ്തു. ഇപ്പോൾ 6 പോലീസുകാർക്കെതിരെ കൃത്യമായിട്ടുള്ള പരാതി കോടതിയിൽ പിതാവ് ജോയ് കുട്ടി കൊടുത്തിട്ടുണ്ട്. ഈ മർദ്ദനം ക്രൂരമായിട്ടുള്ള മർദ്ദനം നടന്ന് അന്ന് വൈകിട്ട് അച്ഛൻ്റെ ജാമ്യത്തിൽ ഈ ജോയലിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ പിന്നീടുള്ള 4 മാസം ആരോഗ്യപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഈ ജോയലിനുണ്ടായി. ഏറ്റവും ഒടുവിൽ ചികിത്സയ്ക്കായി ഒരു ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് മരണം സംഭവിച്ചത് എന്നാണ് പിതാവും പിതൃ സഹോദരിയും പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നും ഈ പിതാവ് പറയുന്നുണ്ട്. ഏതായാലും നിയമ പോരാട്ടം തുടരും എന്ന് തന്നെ പറയുന്നു. ഇനിയിപ്പോൾ ഈ മാസം ഒടുവിൽ 29 വയസ്സ് മാത്രമായിരുന്നു ജോയലിന്റെ പ്രായം. ഇനിയും എത്രയോ കാലം ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ട ഒരാൾ പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരിച്ചു. അത് കസ്റ്റഡിയിൽ വെച്ചാണ് മർദ്ദനമെന്ന് കുടുംബാംഗങ്ങൾ പറയുകയാണ്. പരാതിയായി കേസായി അത് മാറാൻ പോവുകയാണ്.